കടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്കൊരു 2-3 ടീസ്പൂൺ 2 ടീസ്പൂൺ മതിയാവും ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല, പട്ട, പൂവ്, ഏലക്കായ പൊടിച്ചത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ആ ബീട്രൂട്ട് അടിച്ചെടുത്തത് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് വേവിക്കുക. ഈ വേവിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേവിച്ചിട്ടില്ല, പച്ചക്ക് അടിച്ചു കൊടുത്തതാണ്. നല്ലോണം കുറച്ച് സമയം വേവിച്ചെടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് അരിപ്പൊടി, മൈദപ്പൊടിയാണ്. അങ്ങനെ ഞാൻ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ 1 കപ്പ് മൈദപ്പൊടിയും വേണം. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 250 ml കപ്പിന് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് അരിപ്പൊടി. ഇത് ശരിക്ക് പത്തിരിക്ക് വാട്ടും പോലെ ശരിക്കും വാടി കിട്ടണം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മൈദപ്പൊടി ഇതിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ശരിക്ക് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കും പോലെ ചപ്പാത്തിക്കൊക്കെ എടുക്കും പോലെ അങ്ങനെ ഉരുളയാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ശരിക്ക് പിന്നെ ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മൈദപ്പൊടി വേവും, അത് വേണ്ട. സാധാ പൊടി വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് മൈദപ്പൊടി. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പം നല്ലോണം കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നത് ഒരു അരമണിക്കൂർ അടച്ചവിടെ വെക്കുക. നല്ലോണം കുഴഞ്ഞ് കിട്ടാൻ ഒന്ന് അടച്ച് വെക്കണം കുറച്ച് നേരം. ഇനി നമുക്ക് അതിനുള്ള മസാലക്കൂട്ടുകളൊക്കെ ആദ്യം അരിഞ്ഞ് വെച്ചതൊക്കെ ഒന്ന് വാട്ടിയൊക്കെ എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം, ചെറിയൊരു കടായി പോട്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചപ്പട്ടാണി. അത് ഞാൻ രാവിലെ കറിക്ക് എടുത്തതിന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചതാട്ടോ. രാത്രി വെള്ളത്തിലിട്ട് വെച്ച് മാറ്റി വെച്ചാണ്. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് വേണമെന്നൊന്നുമില്ല. സവാള ഇതൊക്കെ കൊത്തി അരിഞ്ഞത് മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ഉണ്ടായതുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളൂ. പിന്നെ വേണ്ടത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സോയാബീനും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് രണ്ടും കൂടി നല്ലോണം ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം പൊരിഞ്ഞ് കിട്ടണ വരെ ഒന്ന് വെന്ത് കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ മറ്റേ സാധനങ്ങളൊക്കെ ചേർത്തിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇത് വേണമെന്നൊന്നുമില്ല. ഇനി ആദ്യം ഇട്ട് കൊടുത്തത് ഇഞ്ചിയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചോവ മാറുന്നവരെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലി, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ചുവ മാറുന്നവരെ, പച്ചച്ചോവ മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം സവാളി, മല്ലിച്ചപ്പും പിന്നെ കർമൂസ പപ്പായ ഉണ്ടല്ലോ അത് അരിഞ്ഞ് വെച്ചുകൊണ്ട് അതും ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ ഞാൻ മറ്റേക്കുള്ള മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ മറ്റേ നമ്മളെ പൊടി കുഴച്ച് വെച്ചിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും, അത് മതി. പാകത്തിന് ഉപ്പ് ചേർത്തി കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ ഞാൻ കർമൂസ ഒന്ന് കഷ്ണാക്കി വെച്ചതും ഞാൻ ഇതിൽ കരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. മുളക് പൊടി, നല്ലോണം എരിവ് വേണ്ടവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല. ഇവിടെ ഇപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ്. പട്ട, പൂവ്, ഏലക്കായ പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും കൂടി രണ്ടുമാണ് ഇട്ട് കൊടുത്തത്. ഇനി വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇവിടെ എരിവ് വേണ്ട വിചാരിച്ചിട്ടാണ്. മുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെക്കുക. കൂടുതൽ വെന്ത് ആ കർമൂസ പപ്പായ പറ്റ ഉടഞ്ഞു പോകരുത്, കുറേശ്ശെ വെന്താൽ മതി. ഇപ്പോൾ ഇതൊരു ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചതാണ്. ഇത്ര മതി, കുറേശ്ശെ വെന്താൽ മതി. ഇനി ഒന്നാണ് അടച്ച് വെച്ചിട്ട് അവിടെ വെച്ചാൽ മതി. വല്ലാതെ ഉടഞ്ഞു പോയാൽ ടേസ്റ്റ് കുറവ് വരും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇനി ഞാൻ ചൂടാറി കഴിഞ്ഞതിന് ശേഷം അത് നിറച്ചെടുക്കുക. അപ്പോഴേക്ക് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മൈദയും അരിപ്പൊടിയും കൂടിയും വാട്ടി വെച്ചത് ഒന്ന് ഇനി ഉരുളയാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അത് സാധാരണ ചപ്പാത്തിക്ക് പരത്തും പോലെ ഒരു പാകത്തിലുള്ള വട്ടത്തിലാക്കി ഇങ്ങനെ പരത്തിയെടുക്കണം.
വെച്ച മസാല കൂട്ടാണത്. അതിന് ഇതിൽ നിറക്കുക വേണ്ടത്. നല്ലോണം ചൂടാറിയിട്ടുണ്ട്. പപ്പായൊന്നും വല്ലാതെ വെന്തൊന്നും ഉടഞ്ഞിട്ടില്ല, പാകത്തിലാണ്. അപ്പം ഇനി ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിറച്ച് കൊടുക്കുക. ഒന്നിങ്ങനെ കുറച്ച് പാകത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കിയിട്ട് ശരിക്കും നമ്മൾ അട ഉണ്ടാക്കുക അതേപോലെ തന്നെ ഇതാക്കുക. പിന്നെ ഷേപ്പൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുക്കാം. ഇനി അച്ചുണ്ടെങ്കിൽ അതിലിട്ട് ആക്കിയാലും മതി. ഇതിൻ്റെ അടുത്ത് പച്ചൊന്നുമില്ല. അതിന് ഞാൻ ഇതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഷേപ്പാക്കി ഭംഗിക്ക് വേണ്ടി കാണിക്കാട്ടല്ലോ. ഇങ്ങനെ നല്ല കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പൂവടയൊക്കെ ഉണ്ടാക്കണം അതേപോലെ കാണിച്ചാലും മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുകയാണ്. ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ അതൊരു ഭംഗി ഉണ്ടാകുമ്പോൾ അവർക്കൊരു നല്ല ഇഷ്ടമാണല്ലോ. നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞു വയ്യാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. വേഗം കൊടുക്കാനൊക്കെ പറയും ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ പേരക്കുട്ടികൾ. അപ്പം ഞാൻ ഓരോന്നും ഉണ്ടാക്കിയിട്ടാണ്. അപ്പം ഞാൻ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പൊരിച്ച് കോരി എടുക്കുകയാണ്. ഒരു മിനിറ്റോ 1.5 മിനിറ്റോ ഒക്കെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ച് കോരി എടുത്താൽ മതി. എല്ലാം ഞാൻ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പറയുന്നുണ്ട്. കുട്ടിയൊക്കെ ഞാൻ കൊടുത്തപ്പോൾ കൈയൊക്കെ ചുവന്നു കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലൊരു പപ്പായ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.